ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ 45 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 16 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ ഭയങ്കര തലവേദന ആയിട്ടാണ് എണീറ്റ് വന്നത്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ചെറിയ മോനും ഭയങ്കര ചുമ. അപ്പോൾ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ചുമച്ച് നല്ല വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിട്ട് അങ്ങനെ അവനും രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, സുജിയും ഉറങ്ങിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഇന്ന് മക്കളിന്ന് സ്കൂളിൽ വിട്ടില്ല കേട്ടോ. ഞാനും കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പോൾ അതാ എണീച്ച് വന്ന് നേരെ വെയിറ്റ് നോക്കിയിട്ടുണ്ട്. 84.95 ആണ് കേട്ടോ. വലിയ ചേഞ്ചൊന്നും എൻ്റെ വെയിറ്റിൽ അങ്ങനെ വരുന്നില്ല. ഒന്നാമത് എനിക്ക് കുറച്ചൊരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ എത്ര കുറവ് ഫുഡ് കഴിച്ചാലും ഹോർമോണിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇങ്ങോട്ട് വരില്ല കേട്ടോ. എനിക്ക് കുറച്ച് നല്ല പാടാണ്. അപ്പോൾ അത് ഡോക്ടറും എഗ്രി ചെയ്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ കൂടാണ്ടെങ്കിലും ഒന്ന് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത്. അത്യാവശ്യം ചെറുതായിട്ടുള്ള ഒരു പ്രശ്നം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 2 എഗ്ഗും പിന്നെ ഇതാ ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ എന്നുണ്ടായിരുന്നത്. ഇന്ന് പൂരിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഗ്രീൻ പീസ് കറിയും 2 എഗ്ഗുമാണ് കഴിച്ചത്. പൂരി കഴിക്കണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എണീച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല വിശക്കണമുണ്ട്, പിന്നെ തലവേദനയ്ക്ക് ഒരു ടാബ്ലറ്റും കഴിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അങ്ങോട്ട് ഫുഡ് കഴിച്ചു. പിന്നെ സുജി അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് ഇന്ന് എഴുന്നേറ്റിട്ടുള്ളത്. കാരണം സുജിയും രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ മക്കൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ തേരാപാര നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ 2 മക്കളും ഇങ്ങനെ ഒരു കാതിൽ സ്റ്റഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സുജി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മക്കൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം ഒരു ഒരു ഏപ്രിലൊക്കെ ആയപ്പോൾ മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ട് അങ്ങനെ അടിച്ചതായിരുന്നു. മൂത്ത ആളത് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ചെറിയ ആളത് ഒരു ടൂറ് പോയിണ്ടായിരുന്നു കേട്ടോ. ഒരു ഓൾ ഇന്ത്യ ടൂറായിരുന്നു. അതിലൊരു മണാലിയൊക്കെ ഏകദേശം എത്തിയപ്പോൾ അവിടുന്ന് ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് അവൻ്റെ സ്റ്റഡ് അങ്ങോട്ട് കളഞ്ഞു പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത് വാങ്ങാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. എവിടെയും അങ്ങനെ കട ഒന്നും അങ്ങനെ കിട്ടിയതുമില്ല. അങ്ങനെ 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ഒരു ഹോൾ അങ്ങോട്ട് അടഞ്ഞു പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അന്ന് പിന്നെ അവന് കുത്തണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട മമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവന് പുതിയ കാത് കുത്തണം, ടാട്ടനെ പോലെ വേണം, ഏട്ടനെ വിളിക്കുക, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് ഡയമണ്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ കാര്യങ്ങളും മറന്നു കിട്ടും, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇത് 2 ആഴ്ചൻ്റെ മുകളിലായിട്ടുണ്ട് അവൻ കാത് കുത്തിയിട്ട്. അപ്പോൾ ഇത് അവന് ഡയമണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യം അവനായിട്ട് ഡിസൈഡ് ചെയ്ത് എടുത്തിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവന് വലിയ അലമ്പൊന്നും ആക്കുന്നുണ്ടായിരുന്നില്ല. നല്ല വേദന ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി എനിക്ക് അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി തരാൻ നിന്നിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ ഇതാ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ എന്താ പറയുക, അവിടുത്തെ ബേക്കറിയിൽ നിന്ന് കുറേ സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നീറ്റാക്കി എടുത്തു വെക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തു വെച്ചാലേ എല്ലാവരും കഴിക്കുള്ളൂ. അപ്പോൾ ഉള്ള ബോട്ടിൽസിലൊക്കെ അങ്ങനെ അത്യാവശ്യം ഇട്ട് വെക്കും. ബാക്കിയൊക്കെ ഞാൻ അപ്പുറത്തെ സ്റ്റോർ റൂമിൽ എല്ലാം കൂടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ആ ബോക്സിൽ കൊണ്ടുപോയിടും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ബോക്സ് പോയി തപ്പിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെക്കല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് എന്തൊക്കെയാണ് ഒന്നാമത് ഞാൻ സ്നാക്ക് വാങ്ങിക്കാൻ സുജി ഇറങ്ങുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കപ്പ് കേക്ക് ഉണ്ട്, പിന്നെ സോന പപ്പടി, ചുക്കപ്പം, പിന്നെ എള്ളുണ്ട പോലത്തെ സംഭവങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെയൊക്കെ ചിലവാകും ചെയ്യും കേട്ടോ. കാരണം അത്യാവശ്യം എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു വീടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സുജിൻ്റെ ഫ്രണ്ട്സായിട്ടും ഒക്കെ ഈ വീട്ടിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒക്കെ ഇത് പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ തന്നെ കഴിച്ച് തീർക്കണമെന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നത്. കാരണം എന്നാൽ പെട്ടെന്ന് കണ്ടിട്ട് മക്കളാണെങ്കിലും സുജി ആണെങ്കിലും ഇപ്പോൾ സുജീൻ്റെ ഫ്രണ്ട്സൊക്കെ അടുക്കളയിലേക്കൊക്കെ വന്ന് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാവർക്കും കാണുന്ന വിധത്തിൽ അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കും. എന്നാൽ പിന്നെ അത് വേഗം തീർന്നോളൂല്ലോ. വെറുതെ വേസ്റ്റ് ആക്കേണ്ട, അതായത് ഇപ്പോൾ അത് കേട് വന്ന് വലിച്ചെറിയുന്നതിനെക്കാട്ടും
വേഗം അത് തീർന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കാണുന്നിടത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ പഴയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിയാനായത് ചെറിയ ചെറിയ ബോട്ടിലേക്കും ഏകദേശം ഇങ്ങനെ ഇനിയിപ്പോൾ അതൊന്ന് തണുത്ത് പോയതൊക്കെ ഉണ്ടാവുമല്ലോ, ഇനി ഉപയോഗിച്ച് നമുക്ക് കഴിക്കാൻ കഴിയില്ല, ഒരാൾക്ക് കൊടുക്കാനും കഴിയില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി ആ ബോട്ടിൽസിലൊക്കെ ഇങ്ങനെ സ്നാക്സ് ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ചുക്കപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുക്കപ്പം. പിന്നെ ഞാൻ അതൊന്നും കഴിച്ചില്ല, പക്ഷേ അതിങ്ങനെ ഇട്ടപ്പോൾ അന്ന് രണ്ടെണ്ണം പുറത്ത് പോയിണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്, കണ്ടോ ഞാൻ കഴിക്കണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് ഒരു മധുരമുള്ള ഒരു സാധനം കേട്ടോ. അത് ഞാൻ കഴിച്ചില്ല, മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ആ സുജി ഓഫീസിൽ പോയി. പിന്നെ ഒരു 12 മണി 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇനി അത് അവിടെ തന്നെ വെച്ചാൽ അത് പെട്ടെന്ന് കേട് വരുമല്ലോ സ്ട്രോബെറി. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ട് കഷ്ടപ്പെട്ട് കഴിക്കാൻ കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു. പിന്നെ ആ മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വേണ്ടി വരും കേട്ടോ. ഇങ്ങനെ സ്നാക്കായിട്ടും ഫുഡായിട്ടൊക്കെ എങ്ങനെ വേണ്ടി വരും. അപ്പം ചേച്ചി ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു എരിവും കൂടി ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അത് ഞാനും മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് കേട്ടോ ട്യൂഷൻ ടീച്ചർ വരിക. പക്ഷെ ഇന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ മക്കൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനുള്ളതും എഴുതാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചെറിയ മോന് നല്ല കഫ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വീണ്ടും അങ്ങനെ വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രിയും കൊള്ളാവേണ്ട, നാളെയെങ്കിലും ഒന്ന് സ്കൂളിൽ പറഞ്ഞേക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റീമർ എടുത്തൊന്ന് ആവി കൊള്ളിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അവന് അവിടെ ടാബും ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ള് ബിസിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടായിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യിപ്പിച്ച് അത്രേ ചെയ്തോളൂ കേട്ടോ. അവൻ മുഖം നീർന്നുണ്ട് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിർത്തി. പിന്നെ അവൻ കുറേ ഒരു സമാധാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എനിക്ക് റൂമിൽ ഒരു ചെറിയ അലമാര കണ്ട ഒരു മൂലയിൽ അതിൽ ഇങ്ങനെ ചാർജ് ചെയ്യാനും ഒക്കെ അങ്ങനെ വെക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ സുജീൻ്റെ സ്പ്രേ, ക്രീം, അങ്ങനത്തെ കണ്ണടകൾ, വാച്ചുകൾ, അങ്ങനത്തെ എല്ലാം അവിടെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ വെക്കുക. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് മെസ്സാകും. അപ്പോൾ സുജിക്ക് എന്താ പറയുക, ഒരു കൺട്രോൾ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ സുജിനോട് അതൊന്ന് നീറ്റാക്കി കൊണ്ടാന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇന്ന് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. എന്ത് സാധനം കിട്ടിയാലും അവിടെ കൊണ്ട് വെക്കുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ തന്നെ എവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇങ്ങനെ വിളിച്ചിട്ടാണ്, ഫോൺ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഉമ്മാനെ കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രസമാണല്ലോ. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലികളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു രസം കണ്ടെത്തി ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സ്ലോയിൽ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കിത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അടുക്കി പെറുക്കിയിട്ട് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാനിത് ഫുള്ള് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയി എന്നുള്ളതാണ് കേട്ടോ സത്യം. ഞാൻ അതിലെന്തോ മിസ്സായി പോയി എന്ന് പറയാൻ പറ്റില്ല, അതെന്തോ വർക്കാവുന്നില്ല. ഞാൻ ടൈം ലാപ്സ് എടുത്തിട്ട് ചെയ്തതായിരുന്നു, പക്ഷെ അത് വർക്കായില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാൻ അതിലുണ്ടായിരുന്ന വേസ്റ്റുകൾ മൊത്തം ഞാൻ താഴോട്ടേക്ക് അങ്ങോട്ടേക്കാണ് ഇട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ച് ഓരോരോ ബാസ്ക്കറ്റിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നെ ആ സാധനം ആ ബാസ്ക്കറ്റിലേക്കാണ് ഇട്ടാൽ കൂടുതൽ മെസ്സാവില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി എന്താവും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, കാരണം പെട്ടെന്ന് മെസ്സാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ 1-2 ഡ്രോയറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ കൊണ്ടിട്ടുണ്ട്, മക്കളും കൊണ്ടിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എനിക്ക് മനസ്സിലാവണത്, അതായത് അത് വേസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ അങ്ങനെ തോന്നുന്നതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. കുറേ എണ്ണം സുജിനോട് ചോദിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ, സുജി ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ സുജിനെ അതിനൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ ഞാൻ ഒക്കെ
എനിക്ക് അത് വേണമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു അലമാരിൻ്റെ മുകളിലേക്ക് സുജി ഇങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കും കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ എടുത്ത് റെഡിയാക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം അത് സുജി ചിലപ്പോൾ നാളെ കൊണ്ടുപോകാനുള്ളതോ നാളെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മുകളിലേക്കാണ് വെക്കും. പിന്നെ ഞാൻ അതിൽ തൊട്ടാൽ പിന്നെ അതെവിടെ ഇതെവിടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ അത് എടുത്തിട്ട് ക്ലീൻ ആക്കിയപ്പോൾ കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരോ കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും തൊട്ടില്ല കേട്ടോ. അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അതിൽ തന്നെ വെച്ചിട്ട് ഞാൻ അത് മുകളിൽ തന്നെ വെച്ചു. പിന്നെ അത് ആ താഴേക്ക് ഇട്ട സാധനങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇട്ട് അവിടെയും കൂടെ നീറ്റാക്കിയിട്ട്, പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, അധികം വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഏകദേശം ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സുജി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, സുജിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുക, കിടന്നുറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.